എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025, +1 സപ്ലിമെൻ്ററി എക്സാം ആൻഡ് +2 പബ്ലിക് എക്സാം ഒന്നിച്ച് സാധാരണ കഴിഞ്ഞ വർഷം മുതൽ എന്ത് ചെയ്യുവാണ്, +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അതുപോലെ തന്നെ +2 മെയിൻ എക്സാമും ഒന്നിച്ചാണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ +1 തോറ്റാൽ ഏതാണ് എഴുതേണ്ടത്? +1 സപ്ലിമെൻ്ററി ഓർ +2 എക്സാം, +2 പബ്ലിക് എക്സാം ഏതാണ് ഞാൻ എഴുതേണ്ടത്? ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണ്. നമ്മൾ ആദ്യം +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ 2022-24 +2 ബാച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ +1 ബാച്ചിനായിരുന്നു അവസാനമായിട്ട് ചെയ്തത്, ഈ മറ്റേ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടന്നത്. അത് കഴിഞ്ഞ് വന്ന എല്ലാ ബാച്ചിനും, അത് കഴിഞ്ഞ് വന്ന പിന്നെയുള്ള ബാച്ചുകൾക്കെല്ലാം +2വിൻ്റെ മെയിൻ എക്സാമിനൊപ്പമാണ് ചെയ്തത് +1 സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുക. +2വിൻ്റെ മെയിൻ എക്സാമിനൊപ്പം. ഇപ്പം ഞാൻ 2022 +1 ജോയിൻ ചെയ്യുന്നത്. 2023 ജൂലൈ 14 എൻ്റെ +1ൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് +1ൻ്റെ. ഞങ്ങളുടെ ആ ബാച്ചിനായിരുന്നു അവസാനമായിട്ട് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം +1 പരീക്ഷയ്ക്ക് ശേഷം നടത്തിയത്. പിന്നെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം സംഭവിച്ചു? +2 മെയിൻ എക്സാമിൻ്റെ ഒപ്പം ആക്കി മാറ്റി +1 ഇംപ്രൂവ്മെൻറ്റ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്, സാർ +2 തോറ്റു, ഞാൻ ഏതാണ് എഴുതേണ്ടത്? +1 സപ്ലിമെൻ്ററി എഴുതണോ, അതുപോലെ തന്നെ +2 പബ്ലിക് എക്സാം എഴുതണോ? ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇപ്പം നിങ്ങൾക്ക് ഒന്നാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്ന് വെച്ചാൽ +2വിൻ്റെ നിങ്ങളുടെ മെയിൻ എക്സാമിനൊപ്പം തന്നെ ചെയ്യണം +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയൊരു 8ൻ്റെ പണി, 8ൻ്റെ അല്ല 16ൻ്റെ പണി തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം. അത് 16ൻ്റെ പണി തന്നെയാണ്. കാരണം ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, രാവിലെ +1ൻ്റെ പബ്ലിക് എക്സാം, വൈകുന്നേരം +2ൻ്റെ പബ്ലിക് എക്സാം, വൈകുന്നേരം +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം. ചിലപ്പോൾ അങ്ങനെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് +2ൻ്റെ പബ്ലിക് എക്സാം, നാളെ +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന്. ഏതാണ്ട് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യത്തിൻ്റെ ഗൗരവം പോകുന്നത്. ഈ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സിനോട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ +2 എക്സാം. അതിനൊപ്പം ഇപ്പം നിങ്ങളുടെ ഈ ഇപ്പം നിങ്ങളിപ്പോൾ +1 കഴിഞ്ഞ് +2ലേക്ക് വരുമ്പോൾ, ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും കാണും. അവരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ +2 മെയിൻ എക്സാമിൻ്റെ ഒപ്പം തന്നെയല്ലേ +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയത്? എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിമുഖീകരിക്കാൻ സാധിച്ചോ? നല്ല രീതിയിൽ പഠിച്ചെഴുതാൻ സാധിച്ചോ? ഒരു ഭൂരിപക്ഷം, ഒരു 90% വിദ്യാർത്ഥികൾ നിങ്ങളോട് പറയാൻ പോകുന്നതായിരിക്കും +2വിൻ്റെ എക്സാമും +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമും. കാരണം രണ്ടും കൂടി അവതാളത്തിലാവുകയാണ്, രണ്ടും ഒന്നിച്ച് പഠിക്കേണ്ടി വന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നായിരിക്കും ഒരു മെജോറിറ്റി സ്റ്റുഡൻസും നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു കണക്കിന് എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ തന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ നടത്തുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതിന് ഞാൻ കാരണവും പറഞ്ഞപ്പോൾ, നിങ്ങളുടെ +1ൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു. ഇപ്പോൾ ഈ സമയത്തൊക്കെ +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തുകയാണെങ്കിൽ, ഒരു മാസത്തിനുള്ളിലൊക്കെ നടത്തുകയാണെങ്കിൽ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നേരെ +2വിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിനൊക്കെ സപ്ലി വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ, ഇപ്പം നമ്മൾ നമ്മുടെ എക്സാം സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഓക്കെ, വാട്ടെവർ, ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ ഒരു +1ൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടത്തുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരമാണ്. കാരണം അവർക്ക് ഇപ്പോൾ ഇരുന്ന് പഠിക്കാം. കാരണം ഇപ്പോൾ ഒന്നും +2ൻ്റെ ക്ലാസ്സുകളൊന്നും തുടങ്ങിയൊന്നും വരുന്നേ ഉള്ളൂ. അപ്പം അവർക്ക് ഇപ്പോൾ 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നടത്തുകയാണെങ്കിൽ ആ പരീക്ഷ എങ്ങനെയും കഴിഞ്ഞിട്ട് അവർക്ക് ഡയറക്റ്റ് +2ലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷേ +2വിൻ്റെ മെയിൻ എക്സാമിനൊപ്പം ഇത് വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് പണിയാണത്, തീർച്ചയാണ്.
അപ്പോൾ +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ആണോ എഴുതേണ്ടത്, +2 മെയിൻ എക്സാം ആണോ എഴുതേണ്ടത്, നിങ്ങൾക്ക് ഏതും എഴുതാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയണം, അതിന് പറയാനാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം എടുത്ത് തന്നെ പറയണം. കാരണം വെച്ചാൽ ഒന്നാമെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മളെ തീരുമാനിച്ച് ഇപ്പം ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞാലും ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ഇനി പറയുന്ന കാര്യങ്ങൾ. കാരണം ഈ ശ്രദ്ധയോടെ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് തല കറങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാവൂല. ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽഡ് കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവില്ല, ലാസ്റ്റ് തല കറങ്ങും. ഇതെന്താണ് ചെയ്യേണ്ടത്, ഒന്നും തിരിഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് +1ൻ്റെ ഇപ്പം +2 ഇപ്പോൾ +1 പബ്ലിക് എക്സാം +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 പാസ്സാകാൻ പറ്റും. ഇനി നിങ്ങൾ +1 തോറ്റൊരു വിദ്യാർത്ഥിയാണെങ്കിൽ +1 എഴുതാതെ തന്നെ +1ൻ്റെ സപ്ലിമെൻ്ററി എഴുതാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാകാൻ പറ്റും. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിൽ +1 ഇപ്പം നിങ്ങൾക്ക് 80 160, അപ്പം ടോട്ടൽ ഒരു വിഷയത്തിന് ഹിസ്റ്ററി എന്നൊരു വിഷയത്തിന് +1 80 +2 80 ടോട്ടൽ 160. ഈ 160 എന്ന സംഖ്യയിൽ പിന്നെ ബാക്കി 40 മാർക്ക്, 20 മാർക്ക് ഫസ്റ്റ് ഇയറിൽ സി മാർക്ക്, ബാക്കി 20 മാർക്ക് സെക്കൻഡ് ഇയർ സി മാർക്ക്, അങ്ങനെയാണ് 200 വരുന്നത്. അതിൽ +1ഉം +2ഉം കൂടി നമ്മൾ എന്ത് ചെയ്യണം, 160 80 + 80 160 എഴുതിയെടുക്കേണ്ടത്. ഈ 160 എന്ത് ചെയ്താൽ മതി, 48 മതി ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യാൻ, +1ഉം +2ഉം കൂടെ ഈ 160 മാർക്കിൽ വെറും 48 മാർക്ക് മതി വിദ്യാർത്ഥിക്ക്, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ആ വിഷയം പാസ്സാകാൻ. വെറും 48 മാർക്ക് മതി. അതായത് എന്താണ്, ഏതാണ്ട് കഷ്ടി പറയുവാണെങ്കിൽ 1/3, 4/1 അല്ലെങ്കിൽ 3/1 എന്ന് പറയും. പകുതി പോലും വരുന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ +1 80 +2 80 ടോട്ടൽ 160 ഒരു വിദ്യാർത്ഥി എഴുതിയിരിക്കുന്നത്, +1ഉം +2ഉം കൂടി. അതിൽ വെറും 160 വെറും 48 മാത്രം മതി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് എന്ത് ചെയ്യാൻ, +2 പാസ്സാകാൻ. +1 മാത്രമല്ല, +1ഉം +2ഉം കൂടി പാസ്സാകാൻ. +1ഉം +2ഉം കൂടെ പാസ്സാകാൻ 160ൽ 48 എടുത്താൽ മതി. അത് 48 എഴുതിയെടുത്താൽ മതി. 160 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. +1ഉം +2ഉം കൂടി 160 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്കുണ്ട്. അതിൽ വെറും 48 മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടൂ, ജയിക്കാൻ വേണ്ടൂ. നിങ്ങൾക്ക് +2 ഒന്ന് ജയിച്ചാൽ മതി, +2 ഒന്ന് പാസ്സായിപ്പോയാൽ മതി. അങ്ങനെയെങ്കിൽ വെറും 48 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിയുള്ളൂ, എടുക്കേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക, +1ൽ നിങ്ങൾ 20 എടുത്തു എന്ന് വിചാരിച്ചു, 4 മാർക്കിന് നിങ്ങൾ ഫെയിലായിപ്പോയി. +2ൽ എന്ത് ചെയ്യണം, 24 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. അതിനൊപ്പം ഒരു 4ഉം കൂടി എഴുതിയെടുത്താൽ പോരെ, കാര്യം എളുപ്പമായില്ലേ. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറയാം. നിങ്ങൾക്ക് +1ൽ 20 മാർക്കുണ്ട് നിങ്ങൾ എഴുതിയെടുത്തത്, 4 മാർക്കിന് നിങ്ങൾ ഫെയിലായിപ്പോയി. +2ൽ നിങ്ങൾ 24 എഴുതിയെടുക്കണം. അപ്പം ആ 24നൊപ്പം ഒരു 4ഉം കൂടി, +1ൽ മിസ്സായിപ്പോയ 4ഉം കൂടി. അപ്പം 24 +2ൽ +1ൽ മിസ്സായ 4ഉം, 24 കൂട്ടം 4 28. ഈ 28 മാർക്ക് എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്തില്ലേ, പാസ്സായില്ലടാ. ഈ 24ൻ്റെ കൂടെ +1ൽ മിസ്സായിപ്പോയ ഒരു 4 മാർക്കും കൂടി ചേർത്ത് 28 മാർക്ക് പോട്ടെ, ഒരു 30 മാർക്ക് എടുത്താൽ എന്ത് ചെയ്തില്ല, 28 മതി. ഒരു 30 എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്തില്ലേ, +2 പാസ്സായില്ലേ. ഇനി നിങ്ങൾക്ക് +1ൻ്റെ സപ്ലിമെൻ്ററി എഴുതണോ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ്. 20 മാർക്ക് +1ലുണ്ട്, 20 മാർക്ക് നിങ്ങൾക്ക് +1ലുണ്ട്. +1ൽ 4 മാർക്കിന് നിങ്ങൾ തോറ്റുപോയി. +2ൽ 24 + 4 28 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവില്ലേ. അപ്പം നിങ്ങൾക്ക് ഇനി +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാതെ തന്നെ പാസ്സായില്ലേ. ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാസ്സാവും. ഇനി +1 നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെൻ്ററി എഴുതാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതാം. അപ്പം എന്ത് സംഭവിക്കും, ഇനി നിങ്ങൾക്ക് +1 സപ്ലിമെൻ്ററി എഴുതുമ്പോൾ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആദ്യമേ 24 മാർക്ക് നിങ്ങൾ എഴുതണം. അതിനൊപ്പം +2ൽ നിങ്ങൾ 4 മാർക്ക് കൂടി എടുത്താൽ 28 നിങ്ങൾക്ക് ചുളിവിൽ പാസ്സായി പോകത്തില്ലേ. നിങ്ങൾ +1 സപ്ലിമെൻ്ററി എഴുതാനും പോയി, +2 പബ്ലിക് എക്സാം എഴുതാൻ പോയി. അപ്പം നിങ്ങൾക്ക് 24 48 നിങ്ങൾ ആദ്യം എഴുതണം. അതിനും ഭേദം നിങ്ങൾക്ക് 28 എഴുതിയെത്താൻ നിങ്ങൾ പാസ്സായില്ലേ. നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മതി. ഞാൻ ഇപ്പോഴും പറഞ്ഞു, +2 ഒന്ന് പാസ്സായാൽ മതി, ജസ്റ്റ് ഒന്ന് കര കയറി പോയാൽ മതി എന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. +2 നിങ്ങൾക്കൊന്ന് പാസ്സായാൽ മതി, എനിക്ക് കൂടുതൽ മാർക്ക് വേണ്ട, എനിക്ക് പെർസെൻറ്റേജ് വേണ്ട, ജസ്റ്റ് ഒന്ന് +2 പാസ്സാവണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം,
നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് പ്രവേശനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരാ. നിങ്ങൾ നല്ല മാർക്ക് എടുക്കണം. 1200 +1 600 +2 600 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങളെ കൊണ്ട് പരമാവധി എത്ര സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. +2 പാസ്സായാൽ മതിയെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യപ്പെടും. മൈ നെയിം ഈസ് കരുത, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ടൈം ഫോർ വാച്ചിങ്. ബൈ.